ഹായ് ഹലോ വെൽക്കം ടു നോർഡിക് നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. അപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നാട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള വട്ടയപ്പം എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംഭവം. ഞാൻ 2-3 തവണ ട്രൈ ചെയ്തു, പക്ഷേ ഫെയിലായിരുന്നു. ഇത്തവണ ഞാൻ സക്സസ് ആയി കേട്ടോ. ഞാൻ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ 100 ml മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 100 ml ആണ്. ഞാൻ അങ്ങനെ 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് 250 ml വെള്ളം ഒഴിച്ച് വേറൊരു പാനിലോട്ട് മാറ്റിയേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഫോർക്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതിനുശേഷം ലോ ഹീറ്റിലിട്ടിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായി കുറുക്കിയെടുത്തു. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കില്ലേ, അതുപോലെ നല്ല കട്ടിക്ക് കുറുക്കിയെടുത്ത് ഇതിനെ കപ്പി കാച്ചുക എന്നാണ് പറയുക. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നന്നായി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ 2 കപ്പ് തേങ്ങ, എനിക്കിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കിട്ടുന്നത്, അപ്പോൾ ഞാൻ അതെടുത്ത് അതിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. നല്ല എത്രത്തോളം ഫൈനാക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തേ. ഇതിലോട്ട് കപ്പി കാച്ചി വെച്ച നമ്മുടെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതിനുശേഷം ബാലൻസ് ഉള്ള നമ്മളുടെ 4 കപ്പിലെ 3/4 കപ്പ് അരിപ്പൊടി, റോസ്റ്റ് ചെയ്ത റൈസ് ഫ്ലോർ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനുശേഷം 50 ഗ്രാം തുടങ്ങി 100 ഗ്രാം വരെ ഷുഗർ, അതിനുശേഷം ഒരു 1/4 സ്പൂണ് ഉപ്പ്, സോൾട്ട്, അതിലേക്ക് 1/2 സ്പൂണ് ഈസ്റ്റ്. ഓക്കെ, ഇത്രയും ഇട്ട് 350 ml വെള്ളവും ഒഴിച്ച്, വെള്ളം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും കേട്ടോ, അത് അരിപ്പൊടിയുടെ ആ ഒരു വറവ് അനുസരിച്ച് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. നമ്മൾ എന്താണെങ്കിലും ലാസ്റ്റുള്ള നമ്മുടെ മിക്സ്ചർ എന്ന് പറയുന്നത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നല്ല തവി ഉപയോഗിച്ച് നന്നായി ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ച് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ബ്ലെൻഡറിൽ 1 മിനിറ്റ്, കറക്റ്റ് 1 മിനിറ്റ് അരച്ചെടുത്താൽ മതിയേ. കൂടുതൽ അരവായി കഴിഞ്ഞാൽ നമുക്ക് അത് ആവിയിൽ വേവിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അങ്ങനെ 1 മിനിറ്റ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്ത് ഞാൻ ആ മിക്സ്ചർ ഒരു ബൗളിലാക്കി, ഗ്ലാസ് ബൗളിലോ, ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലാണ് വെച്ചത്. നമ്മുടെ മൈക്രോവേവ് ഓവനിൽ. ഇവിടെ ടെമ്പറേച്ചർ വളരെ താഴ്ന്ന് നിൽക്കുന്നതുകൊണ്ട് ഓവനിൽ വെച്ചിട്ടാണ് ഞാൻ ഫെർമെൻറ്റ് ചെയ്തെടുത്തത്. ആ 1 മണിക്കൂറിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് ബാറ്റർ പുറത്തെടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അത് മാത്രമല്ല, നമ്മളുടെ ഇഡ്ഡലിയുടെ ആ പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ, അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് ആവി വരാനായിട്ട്, ബോയിൽ ചെയ്യാനായിട്ട് അലോ ചെയ്തു. അതിനുശേഷം ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യോ എണ്ണയോ എന്ത് വെച്ചെങ്കിലും ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു 4 തവി ഞാൻ ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് ഞാൻ ആ പാത്രത്തിൽ വെച്ച് 20 മിനിറ്റാണ് ഞാനിതിന് ആവി കയറാനായിട്ട് സമയം കൊടുത്തത്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു, റെസ്റ്റ് ചെയ്തു. കൂൾ ഡൗൺ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളേ. ഞാനിതിൽ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേ. നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പം നമുക്ക് കിട്ടിയായിരുന്നേ. നമുക്ക് 4 എണ്ണമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മാവ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.